So good morning dear students. നമ്മൾ ഇന്ന് ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം പറയുകയാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് പകരം നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ പോയിൻറ്റ് അല്ലേ. അപ്പോൾ ഒരു ഡൈപ്പോളിൻ്റെ ആക്സിയൽ പോയിൻറ്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതേ സെയിം കൺസെപ്റ്റും അതേ സെയിം കാര്യങ്ങളും ഒക്കെ വെച്ച് ഒരു മാറ്റം ഇലക്ട്രിക് ഫീൽഡിന് പകരം വി ഹാവ് ഓൺലി ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നോക്കിയാൽ വി ഹാവ് 2 പോൾ സൗത്ത് ആൻഡ് നോർത്ത് പോൾ. ലെങ്ത് ഡൈപ്പോളാണ്. സോ 2L ലെങ്താണ്. സെൻട്രൽ O എന്ന പോയിൻ്റ് ഉണ്ടെങ്കിൽ L ഇവിടെ നിന്ന് ഇങ്ങോട്ട് L ഇവിടെ നിന്ന് ഇങ്ങോട്ട് L അല്ലേ. ദെൻ അവിടെ നമുക്ക് എന്താണ് കൺസിഡർ എ പോയിൻ്റ് ഓൺ ദ ആക്സിയൽ പോയിൻറ്റ്. ദിസ് ഈസ് എ പോയിൻറ്റ്. ഓക്കെ. അപ്പോൾ നോക്കിയാൽ ഈ പോയിൻ്റ് നമ്മളിവിടുത്തെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് നോർത്ത് പോളാണ് പ്ലേസ് ചെയ്യാം. അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യാൻ യൂണിറ്റ് നോർത്ത് പോൾ പ്ലേസ് ചെയ്യും ഈ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ. സോ ഡ്യൂ ടു ദിസ് നോർത്ത് പോൾ ഇവിടെ ഉണ്ടാകുന്ന നോർത്ത് പോളും ഈ നോർത്ത് പോളും കൂടി എന്തുണ്ടാകും റിപ്പൾഷൻ ഉണ്ടാകും. സോ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇനി ഈ സൗത്ത് പോൾ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും ഇങ്ങോട്ട് അട്രാക്റ്റീവ് ആയിരിക്കും. സോ നമുക്ക് ഇങ്ങോട്ടൊരു ഇത് കിട്ടും FN. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ഡയറക്ഷൻ FS. ഓക്കെ, FS എന്ന് വരും. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ നമുക്കറിയാം ദിസ് ഈസ് ഈ പോയിൻ്റ് അറ്റ് ഡിസ്റ്റൻസ് അറ്റ് ഡിസ്റ്റൻസ് R ഫ്രം ദ സെൻറ്റർ ആണ്. ഓക്കെ. ആൻഡ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കി ഈ R-L വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോർത്ത് പോളിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം എന്ത് വരും അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ R ആണ്, ഇവിടുന്ന് ഇവിടം വരെ L ആണെങ്കിൽ റിമൈനിങ് ലെങ്ത് R-L. നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെയാണ് പറയുന്നത്. ഓക്കെ. നേരത്തെ ഇവിടുന്ന് സൗത്ത് പോളിൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള അകലം എന്തായിരിക്കും, ഇവിടുന്ന് ഇവിടം വരെ R ആണെങ്കിൽ എല്ലും കൂടി ചേരുമ്പോൾ എന്ത് വരും R+L അല്ല ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം. സോ നമുക്ക് നോർത്ത് പോൾ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും μ0/4πQm/R-L² അല്ലേ. ഇത് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് നോർത്ത് പോൾ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും, ഇവിടെ നമ്മൾ യൂണിറ്റ് നോർത്ത് പോളല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം QM ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി QM × 1. ഓക്കെ. പ്രൊഡക്റ്റ് ഓഫ് ചാർജ് QM × 1 ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എത്രയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് R-L². അതുപോലെ സൗത്ത് പോൾ മൂലം ഉണ്ടാകുന്ന എന്തായിരിക്കും μ0/4πQm/R+L² അല്ലേ. സൗത്ത് പോൾ മൂലം നോക്കി, സൗത്ത് പോൾ മൂലം മൊത്തം ഡിസ്റ്റൻസ് എന്തായിരിക്കും R+L. ഇതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന്. സോ വാട്ട് ഈസ് ദ ഫോഴ്സ് ഡ്യൂ ടു ദിസ് പോയിൻ്റ് നോർത്ത് ഇവിടെ ഈ പോയിന്റിൽ സൗത്ത് പോൾ മൂലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിസ്റ്റൻസ് R+L എന്ന് പറയത്തില്ല R+L². മനസ്സിലായോ? ദെൻ നോക്കി ഈ F ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. FSഉം FN ഓപ്പോസിറ്റാണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ FN + FX. സോ നമുക്കിവിടെ എന്ത് പറയാം FS = -F ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം FN + -FX എന്നെടുക്കാം. മനസ്സിലായോ? ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന നമുക്ക് എന്ത് കിട്ടും μ0/4π വാല്യൂ കൊടുത്തു. ഓക്കെ, വാല്യൂ കൊടുത്തു. ഇനി ബാക്കി നോക്കാം. നമുക്ക് വാല്യൂ കൊടുത്ത ശേഷം മനസ്സിലായല്ലോ ഇത്രയും. ഒക്കെ നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കി, ഇവിടുന്ന് QM μ0/4π കോമൺ എടുക്കുന്നു. μL/R-L R+L² നമ്മൾ ചെയ്യുന്ന അതേ അവിടെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്യുന്നത്. μL ഇവിടുന്ന് മാഗ്നറ്റിക് ഡൈപ്പോളിൻ്റെ സ്ട്രെങ്ത് QM കോമൺ എടുത്തു ഇവിടെ. സോ ഇവിടെ R- നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നു. അപ്പോൾ R-L² മൈനസ് R ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ R² - L² എന്ന് വരും. പിന്നെ നമ്മളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ് R² + L² അല്ല A+B² വെച്ചിട്ട്. ഈ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, മൈനസ് അകത്തേക്ക് കൊടുക്കുന്ന കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടിനും മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ നോക്കിയാൽ ഈ R² -R², L² കട്ടാവും. പിന്നെന്താ 4RL എന്ന് വരും. ഉണ്ടോ 4RL/R² - L². വാട്ട് ഈസ് 4RL? 4RL നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കി ഇവിടെ നമുക്കിങ്ങനെ എഴുതാം μ0/4π ഈ QM-ഉം 4RL-നെ 2 × 2RL എന്ന് എഴുതാം. ഓക്കെ, 2 × 2RL അല്ലേ. ഇവിടെ വാട്ട് ഈസ് 2L എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് 2 × L? 2 × L എന്ന് പറഞ്ഞാൽ ഡൈപ്പോൾ ലെങ്ത് ആണ് അല്ലേ. R കിടക്കട്ടെ. ദെൻ വാട്ട് ഈസ് QM എന്ന് പറഞ്ഞാൽ QM × വാട്ട് ഈസ് ദാറ്റ് QM × 2L എന്ത് വരും, ദാറ്റ് ഈസ്
മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് എം. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ടേമിനെ, ഈ ഒരു ടേമിനെ അതുപോലെ 2-നെ L-നെയൊക്കെ എടുത്ത് മാറ്റുന്നൊക്കെ എന്ത് കിട്ടും, M എന്ന് കിട്ടും. പിന്നെ മിച്ചം എന്നാ ഉണ്ട് 2R അതുപോലെ എഴുതി, കണ്ടോ, മനസ്സിലായോ? ഈ 4RLനെ 2 × 2RL എന്ന് എഴുതി. അപ്പോൾ 2R എന്ന സംഭവത്തിൽ നമ്മൾ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് എന്ത് വേണം, 2ഉം L-ഉം Q-ഉം അവൻ്റെ പേരെന്നാ, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M. സോ വാട്ട് ഈസ് യു ഗെറ്റ് μ0/4π 2Rm/r² - L². മനസ്സിലായോ? ഇനി ഒരു കൺസെപ്റ്റ് എടുക്കുവാണ്. ഇഫ് R ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ L, അതായത് നമ്മൾ എടുക്കുന്ന ഡയഗ്രത്തിനകത്ത് ഈ നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് ഇല്ല, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അത് വളരെ ദൂരെയാണ്. ആക്സിയൽ പോയിൻറ്റിലെ പോയിൻറ്റ് വളരെയധികം ദൂരെയാണെങ്കിൽ എന്ത് പറ്റും, ഈ L² നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ R², ഈ L² പോയി എന്താ R²². അപ്പോൾ എന്താ R⁴ എന്ന് വരും. R⁴ മുകളിലെ താറും കട്ട് ചെയ്യുമ്പോൾ R³ എന്ന് വരും. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ ആക്സിയൽ എന്ത് വരും, 2m/r³, μ0/4π 2m/r³. മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ പോയിൻറ്റ്. ഇതേ സെയിം തന്നെയാണ് നമുക്ക് അവിടെ കിട്ടിയത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ 2p/r³ എന്ന് വന്നു. 1/4πε0 2p/r³. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വറ്റോറിയൽ ലൈൻ. അറിയാമല്ലോ, ഇക്വറ്റോറിയൽ ലൈൻ അറിയാമല്ലോ, നമ്മൾ എന്താ അതിന് നേരെ മുകളിലുള്ള ഒരു പോയിൻറ്റ്. സപ്പോസ് വി ആർ കൺസിഡറിങ് എ പോയിൻറ്റ് P അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദ ഇക്വറ്റോറിയൽ പോയിൻറ്റ്, എന്താണ് ദിസ് മാഗ്നറ്റിക് ഡൈപോൾ. ഓക്കെ, പോയാണ് സെൻറ്റർ. അപ്പോൾ നമുക്കറിയാമല്ലോ വാട്ട് ഈസ്, നമുക്ക് ഇവിടെ നിങ്ങോട്ടുള്ള അകലം കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് നമുക്ക് പറയാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്, നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് ദിസ് ഈസ് L അല്ലേ, ദിസ് ഈസ് L, ദിസ് ഈസ് R. സോ വാട്ട് ഈസ് ദിസ്, R² + L², √R² + L² ആവും. അതാണ് R² + L² (1/2). ഇവിടെ അത് തന്നെ എഴുതിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്പ്ലിറ്റിങ് പറയാം, വെക്ടറിൻ്റെ സ്പ്ലിറ്റിങ് പറയാമല്ലോ. എന്താ പറയുന്നത്, ഇവിടെ ആംഗിൾ തീറ്റയാണെങ്കിൽ എന്താ നമുക്ക് എന്താ ഇവിടെയും തീറ്റ എന്ന് വരും, ഇവിടെയും തീറ്റ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾ വെച്ച് തീറ്റ. സോ ദിസ് ഇസ് തീറ്റ ഈക്വൽ ആയിരിക്കും, ഈക്വലി സ്പ്ലിറ്റ്. ഒരു തീറ്റ ആണെങ്കിൽ 2θ ആയിരിക്കും. സോ തീറ്റ എന്ന് വരും. ഓക്കെ, സോ നമുക്കിവിടെ എന്തെടുക്കാം, നമുക്കിവിടെ നോക്കി, നമുക്കിവിടെ ഒരു 1 യൂണിറ്റ് നോർത്ത് പോൾ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ ഇത് മൂലം ഉണ്ടാകുന്ന ഈ നോർത്ത് പോൾ റിപ്പൾഷനാണ്, അങ്ങോട്ട് പോകും, ഡയറക്ഷൻ ഫോഴ്സ് അങ്ങോട്ടായിരിക്കും. ഇനി ഈ യൂണിറ്റ് നോർത്ത് പോൾ പോലും ഇങ്ങോട്ടുണ്ടാകുന്ന അട്രാക്ഷൻ ആയിരിക്കും, സൗത്ത് പോളിലേക്ക് അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെക്ടറിന് സ്പ്ലിറ്റ് ചെയ്യാം. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം ഞാൻ മുകളിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. സപ്പോസ് ഞാൻ ഇത് ഇലക്ട്രിക് ഫീൽഡിനെ അടിച്ച് കാണിച്ചിരിക്കുന്നത്. സോ ഇത് നമ്മളുടെ ഈ പറഞ്ഞ ഒന്നാമത്തെ നോർത്ത് പോളിൻ്റെ ഇതാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് രണ്ടായിട്ട് എന്താണ്, ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഒന്ന് വെർട്ടിക്കൽ കമ്പോണൻറ്റും. അതുപോലെ ഇതിൻ്റെ നമുക്ക് എന്ത് സ്പ്ലിറ്റ് ചെയ്യാം, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ദിസ് ഇസ് തീറ്റ. സോ വാട്ട് ഈസ് ദിസ് അഡ്ജസൻ തീറ്റ ആയതുകൊണ്ട് നോക്കി, ഇതിന് അഡ്ജസൻ കമ്പോണൻറ്റ് ഇതല്ലേ. സോ വാട്ട് ഈസ് ദാറ്റ്, ഇത് വെച്ചിട്ട് എന്ത് വരും, FN cos θ. ഇത് FN cos θ എന്ന് വരും. ഇത് തീറ്റ കൊണ്ട് ഇത് എന്ത് വരും, ഇത് E1 ആണെങ്കിൽ ഇതെന്താ E1 അല്ല, നമ്മൾ എടുക്കുന്നത് ഇവിടെ എന്താണ് FS എന്ന്. അപ്പോൾ എന്താ FS cos θ. അപ്പോൾ ഇത് തീറ്റ ഇതതിൻ്റെ അഡ്ജസൻ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഇതല്ലേ വരുന്നത്, ട്രയാങ്കിളിന് ഓപ്പോസിറ്റ്. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ട് എടുക്കുന്ന ഇതാണ് ഇത് അല്ലേ. ഓൾറെഡി നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് വരും, ഇത് FN sin θ, അതുപോലെ ഇതെന്താ E1 sin θ. അത് വെച്ച് നമ്മൾ ആ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ വെക്ടർ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ ഓപ്പോസിറ്റ് ഇടുന്ന കമ്പോണൻറ്റ് ക്യാൻസൽ ഔട്ട് ചെയ്യും. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്ന ഏതൊക്കെ തമ്മിലാണ്, ഈ FN cos θ യും FS cos θ യും ആണ് എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് തരുന്നത്. ഓക്കെ, നമ്മളെന്താ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ വെച്ചിട്ട് നമ്മളെന്താ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. FN-ലുണ്ടാകുന്ന μ0/4π QM/r² + L² എന്നാണ്. S² അല്ല. അപ്പോൾ ഓൾറെഡി ഈ സ്ക്വയറും പിന്നെ എന്താ ഒരു 1/2 ഉള്ളവരുണ്ട്, കട്ടായി പോവും. അപ്പോൾ R² + L² എന്ന് വരും. ഇവിടെ നമുക്ക് എന്ത് തന്നെ വരും, എന്താണ് FS എന്ത് തന്നെ വരും, സെയിം വാല്യൂ തന്നെ വരും, μm/r² + L² എന്ന് തന്നെ വരും. അപ്പോൾ ടോട്ടൽ എന്താ പറയുന്നത്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്ത് തമ്മിൽ ചേർന്നാണ് ഈ പറഞ്ഞ എന്താണ് FN cos θ നേരത്തെ പറഞ്ഞില്ല, FN cos θ + FS cos θ. ഇവിടെ നോക്കി FN FSനും സെയിം വാല്യൂ ആണ്. നോക്കി രണ്ടിന് സെയിം വാല്യൂ ആവണം. നമുക്ക് എന്തെടുക്കാം, FN = FS എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂ, 2FN cos θ. ദെൻ വാട്ട് ഈസ് cos θ, നമ്മൾ ഡയഗ്രാം വെച്ച് എന്ത് കിട്ടും, L/r² + L² എന്ന് വരും. L/r² + L² (½ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. നോക്കി, വാട്ട് ഈസ് ദ cos θ. cos θ എന്താണ്, വാട്ട് ഈസ് cos θ, adjacent by
ഹൈപ്പോട്ടിനസ്. അപ്പോൾ L/r² + L² the whole raised to half എന്ന് വരും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? L/r² + L² the whole raised to half എന്ന് വന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇവിടെ റേസ് ടു 1 അല്ലേ, ആ 1ഉം ഈ 1/2 എന്താ 3/2 എന്താ. ഇനി QM × L ഒരു 2 ഉണ്ട് അല്ലേ. അപ്പോൾ 2 × QM × L എന്താണ്? M. സോ μ0/4π m/r² + L² the whole raised to 1/2. ഇതാണ് എന്താണ് ബി ഇക്വിറ്റോറിയലിൻ്റെ വാല്യൂ. ഇനി ഫോർ എ ഷോർട്ടസ്റ്റ് മാഗ്നറ്റ്, അതായത് മാഗ്നറ്റിൻ്റെ ലെങ്ത് എന്താണ് തീരെ കുറവാണെങ്കിൽ എന്ത് പറ്റും? ഈ L എന്ന കൺസെപ്റ്റ് പോകും. അപ്പോൾ റേസ് ടു 3/2 എന്താ 2ഉം 2ഉം കട്ടാവും. സോ വാട്ട് യു ഗെറ്റ്? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഇക്വിറ്റോറിയൽ എന്ത് കിട്ടും? m/r³ അല്ലേ. മനസ്സിലായോ? ദിസ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഇക്വിറ്റോറിയൽ പോയിൻറ്റ്സ്. സോ നമുക്ക് നെക്സ്റ്റ് പറയേണ്ടത് ടോർക്കാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഇത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ചിട്ടുണ്ട്. സെയിം രീതി തന്നെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് പറയാം. സോ സപ്പോസ് വി ഹാവ് എ മാഗ്നറ്റ് പ്ലേസ് ഇൻ എന്താണ് ഇത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എന്താ ടാൻ ആംഗിൾ തീറ്റ വെച്ചിരിക്കുകയാണ്. സോ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഫോഴ്സ് എന്താണ്? വാട്ട് ഈസ് ദ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഈസ് ഈക്വൽ ടു force is equal to what is that? B by magnetic field അല്ലേ. what is the electric field പഠിച്ചപ്പോൾ എന്താ? what is electric field? force acting per unit charge. ഇവിടെ force acting per unit നോർത്ത് പോൾ അല്ല. അപ്പോൾ F/qm അല്ലേ. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B is equal to F/qm. എനിക്കൊന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ E എന്നാണ് പറഞ്ഞത്, സോറി. സോ B എന്നാണ് പറയുക ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് F/qm. സോ വാട്ട് ഈസ് F? F is equal to qm × B എന്ന് വരും. qm × B. സോ F is equal to qm × B. ഓക്കെ, അത് വെച്ച് നമുക്ക് പറയാം. ഇപ്പോൾ രണ്ട് പോളിലും രണ്ട് ഡയറക്ഷനിലായിരിക്കും. സോ ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ എന്താ? സോ 2 ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ത് ചെയ്യുക? അവിടെ ഒരു ടോർക്ക് ഉണ്ടാക്കും. ടോർക്ക്. വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് ടോർക്ക്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? വാട്ട് ഈസ് ഫോഴ്സ്? qm × B. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് ഈ സൗത്ത് പോളിനും നോർത്ത് പോളിനൊക്കെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് രണ്ട് പാരലൽ ലൈൻ വരക്കുക ഇങ്ങോട്ട്. സോ ദിസ് ഈസ് എ ഡിസ്റ്റൻസ്. ഈ ഭാഗമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വാട്ട് ഈസ് ദിസ് വാല്യൂ? ഈ വാല്യൂ എന്ത് വരും? നമുക്കറിയാം തീറ്റ ഇതാണെങ്കിൽ വാട്ട് ഈസ് ദിസ് സൈഡ്? ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമുക്ക് എന്താ? സൈൻ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് സൈൻ? വാട്ട് ഈസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്. അറിയാൻ മേൽ സൈഡിനെ വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. എക്സ് ഇൻറ്റു വാട്ട് ഈസ് ദാറ്റ്? എക്സ് ഇൻറ്റു എന്ത് വരും? എക്സ് ഇൻറ്റു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. എക്സ് ഇൻറ്റു 2l അല്ലേ. സോ വാട്ട് ഈസ് എക്സ്? 2l by sin theta. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 2l by sin theta എന്ന് എടുക്കാം. ഓക്കെ, നോക്കിയേ തീറ്റ ആംഗിൾ വാട്ട് ഈസ് ദാറ്റ്? സൈൻ എന്താ? സൈൻ ഈസ് ഈക്വൽ ടു എന്താ? ഓപ്പോസിറ്റ് ബൈ ഐ തിങ്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടോ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് അല്ലേ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. സൈൻ ടു അല്ല, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പോൾ എന്താ? 2l എന്ന് വരും. സോ വാട്ട് ഈസ് ദാറ്റ്? എക്സ് ഇസ് ഈക്വൽ ടു 2l sin theta അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു ഒന്ന് നോക്കിയേ എന്നാ പറഞ്ഞത്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ഈ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. അപ്പോൾ x/2l. സോ വാട്ട് ഈസ് എക്സ്? സൈൻ തീറ്റ മൾട്ടിപ്ലൈ 2l sin theta. ഓക്കെ, 2l sin theta. മനസ്സിലായോ? സോ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. സോ വാട്ട് ഈസ് എ ടോർക്ക്? ടോർക്ക് എന്താ? ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്താ നോക്കാം. വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് ഈസ് ഈക്വൽ ടു qmb × 2l sin theta അല്ലേ. സോ വാട്ട് ഈസ് 2l × q? 2l × q എന്ന് പറഞ്ഞാൽ വേറെ എന്താ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് m. സോ mb sin theta. സോ വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് ഈസ് ഈക്വൽ ടു m × b. ടോർക്ക് ഈസ് ഈക്വൽ ടു m × b. മനസ്സിലായോ? ദിസ് ഈസ് എ ടോർക്ക്. ഓക്കെ, നേരത്തെ പറഞ്ഞ സൈൻ തീറ്റ വരുന്ന ഒന്നുകൂടി പറയാൻ നോക്കി. സൈൻ തീറ്റ എന്നാണെന്ന് പറഞ്ഞത്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മുടെ കണ്ടുപിടിക്കേണ്ട സൈഡ് ഓപ്പോസിറ്റ് ബൈ എക്സ് ബൈ ഹൈപ്പോട്ടിനസ് 2l. സോ വാട്ട് ഈസ് ദിസ് എക്സ്? ആ ഡിസ്റ്റൻസ് എന്ത് വരും? 2l × sin theta, 2l sin theta. അപ്പം ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, മനസ്സിലായോ? ദിസ് ഈസ് എ ടോർക്ക് ആക്ടിങ് ഓൺ ദ മാഗ്നറ്റ്.